ഇതൊക്കെ ആരോട് ചോദിക്കും? സ്വർണ്ണം അതുപോലെ 10-60 പവൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ 6-7 ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, മൊത്തം എന്താ ചെയ്തെന്ന് അറിയാം. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല. നമ്മുടെ വയനാട് ചൂരൽമലയിൽ മരണസംഖ്യ 250 കഴിഞ്ഞു. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല. വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ. എത്തിപ്പെടാൻ കഴിയാത്ത പല സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ആളുകളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് കിട്ടുന്നത്. ഒരുപാട് ആളുകൾ വീടിന്റെ പൊളിഞ്ഞു കിടക്കുന്ന വീടിന്റെ ഉള്ളിലും ടെറസിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ചില ആളുകളൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എന്താണ് മറുപടി പറയണം എന്നറിയാത്ത ആ സ്ഥിതിയിലാണ്. ഒരു മണിയാകുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു. ഭയങ്കര ശബ്ദം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ കുലുങ്ങിയൊരു വരുന്ന ഒരു ശബ്ദം കേട്ട്. അപ്പോൾ ഞാൻ മുമ്പിലെ ഡോറ് തുറന്നതും വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറി. അത് ആകെ എത്ര ഉണ്ടായിട്ടുള്ളൂ, കാലിന് പകുതി ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും എന്താ പറയുക, വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി വീട്ടിൻ്റെ മുകളിൽ കയറി. വേറെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ വേഗം വീട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി. ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു. അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീട്ടിൻ്റെ മുകളിൽ. അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞ് 4 മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത്. മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ചു തെറിപ്പിച്ച് വന്നു. എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക, തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക, ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി. പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക, നമുക്ക് അത് ഓരോ പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാം. വീടിൻ്റെ മുകളിൽ കാപ്പിയും മുളകും എല്ലാം ഉണ്ടായിരുന്നു. അത് ഈ സമയത്ത് പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പറയാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇല്ലാത്തതുകൊണ്ടാണ് പറയണത്. ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാനില്ല. ഇപ്പോൾ നോക്കി മറ്റേ മണ്ണ് ഇത് JCB കിട്ട് നിരത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരോട് ചോദിക്കും? സ്വർണ്ണം അതുപോലെ 10-60 പവൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ. അതുപോലെ 6-7 ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു, അതും ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കാണാനില്ല. വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എന്താ പറയുക, രേഖകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, മൊത്തം എന്താ ചെയ്തെന്ന് അറിയാം. ഇപ്പോൾ ഇവർ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കൊക്കെയോ ഇവിടെ അടുത്തുള്ള ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞത്. നമുക്കൊന്നും ആരും തന്നിട്ടില്ല. എന്തെങ്കിലും തരിക. കാരണം ഞങ്ങൾ 1 രൂപ എന്താ പറയുക, മറുതുണിക്ക് ഒരു തുണിയില്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് പോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല. ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ചില ആളുകൾ നെഗറ്റീവ് എന്ന രീതിയിൽ കണക്കാക്കും. അതായത് ജീവൻ കിട്ടിയില്ലേ, സ്വത്തും മുതൽ അതൊക്കെയാണോ വലുത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നെഗറ്റീവായി കാണരുത് കേട്ടോ. അയാളുടെ സങ്കടം കൊണ്ട് പറയാണ്. കാരണം അയാളുടെ ആയുസിന്റെ ഒരു അധ്വാനത്തിന്റെ ഫലമായിരിക്കും. വളരെ സ്വപ്നങ്ങളായിട്ട് എടുത്തു വെച്ച പല സംഭവങ്ങളായിരിക്കും. പക്ഷെ ഈ നിമിഷത്തില് അയാൾ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒന്നുമില്ല. ആള് പറയുന്നുണ്ടല്ലേ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത സ്ഥിതിയിലാണ്. അപ്പൊ ആ സ്ഥിതിയിൽ അറിയാതെ അവരോട് മനസ്സുകൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഇത് നെഗറ്റീവ് എന്ന രീതിയിൽ കണക്കാക്കിയിട്ട് പറയരുത്. എല്ലാവർക്കും, പല ആളുകൾക്കും കുടുംബങ്ങളും, അച്ഛൻ, അമ്മ, മക്കള്, അനിയൻ, നേട്ട, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ 1-2 ആളുകൾ ബാക്കി വെച്ചിട്ട് 10, 14, 16 ആളുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. നേരത്തെ ഒരാൾ പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിൽ അവിടെ ടോട്ടൽ 53 ആളുകൾ ഉണ്ടായിരുന്നു, 9 പേരെയാണ് കിട്ടിയത്, ഇനിയും പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇയാൾ പറഞ്ഞപ്പോൾ അത് നെഗറ്റീവായിട്ട് ആരും കാണരുത്. അയാളെ മാനസികാവസ്ഥ അങ്ങനെയാണ്, ആ സ്ഥിതി. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മരണപ്പെട്ടവരെ കൊണ്ടുവരുമ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി പൂക്കളുമായിട്ട് ഒരുപാട് ആളുകൾ റോഡ് സൈഡിലുണ്ട്. എത്ര മരണപ്പെട്ടവരാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ പറയണമെന്നറിയില്ല. കാരണം ഒറ്റ രാത്രി കൊണ്ട് വളരെ പ്രതീക്ഷകളൊക്കെ ആയിട്ട് കിടന്നുറങ്ങിയ കുറെ ആളുകൾ, തമ്മിൽ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ആ ഉറക്കത്തിൽ പോയ കുറെ ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ എന്ത് പറയും? എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കേണ്ടത്? ഇതൊന്നല്ല കേട്ടോ. ഒരുപാട് ആളുകൾ അവരുടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോ ആളുകൾ പറയുന്നത്, എന്റെ മകളെ ഞാൻ തെരഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരാൾ രാവിലെ കണ്ടിരുന്നു, സ്വന്തം മകളെ തെരഞ്ഞു നടക്കുന്നത്. ഇതുപോലെ ഒരുപാട് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പറിച്ചെടുത്ത് കൊണ്ടുപോയി അവിടെ. ഇനി എത്രയോ ആളുകളെ കിട്ടാനുണ്ട് കേട്ടോ. ഇപ്പൊ 250ന്റെ മേൽ മരണസംഖ്യ കഴിഞ്ഞു. ഇനി ഒരുപാട് ആളുകളെ കിട്ടാണ്ട്.
ഒരുപാട് ആളുകൾ ആ പുഴയിലൂടെ ഒഴുകിയിട്ട് പല പല സ്ഥലങ്ങളിൽ 8, 10, 20 കിലോമീറ്റർ അകലെ നിന്നിട്ടാണ് ഓരോ മൃതദേഹങ്ങൾ കിട്ടുന്നത്. പക്ഷെ ആ മൃതദേഹത്തിനൊന്നും ചില ഭാഗങ്ങളില്ല, ചിലപ്പോൾ കൈകൾ മാത്രം കിട്ടുന്നു, കാലുകൾ മാത്രം കിട്ടുന്നു. ഒരു മനുഷ്യന്റെ എന്താ പറയാ മുഴുവൻ ശരീരഭാഗങ്ങൾ ഇല്ലാതെയൊക്കെയാണ് ചിതറിയ രീതിയിലാണ് ഓരോ മൃതദേഹങ്ങൾ കിട്ടുന്നത്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ അസുഖമായിട്ട് അല്ല പ്രായമായിട്ട് അങ്ങനെയൊക്കെ ഓരോ ആളുകളൊക്കെ മരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒറ്റയടിക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒറ്റൊരു നിമിഷ നേരം കൊണ്ട് എല്ലാവരും ഒറ്റയടിക്ക് മാഞ്ഞു പോവാന്ന് പറയുമ്പോ, നമ്മളൊക്കെ വിട്ടു പോവാന്ന് പറയുമ്പോ, അത് ഏതൊരാൾക്കും നമ്മളെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത അതിലും അപ്പുറമാണ്. എന്ത് പറയണമെന്നറിയില്ല. ഇത്രയും വലിയൊരു ദുരന്തം ഇപ്പൊ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ആ മരണപ്പെട്ട വീട്ടുകാർക്കും എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ എന്നല്ലാതെ അതിലപ്പുറം നമ്മൾക്ക് ഒന്നും പറയാനില്ല.